بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, ഇന്ന് റമദാൻ 4 നമ്മൾ 4ാമത്തെ ജുസുവിലാണ്. അല്ലാഹു ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ ജുസു ആരംഭിക്കുന്നത് സൂറ ആലു ഇമ്രാനിലെ 92ാമത്തെ ആയത്ത് മുതൽ അതിന്റെ അവസാനം വരെ, അഥവാ 200ാമത്തെ ആയത്ത് വരെയും, 4ാമത്തെ അധ്യായം സൂറ അൻ-നിസായിലെ ആദ്യ ഭാഗം ഒരു 23 ആയത്ത് വരെയുമാണ് ഈ 4ാമത്തെ ജുസു ഉള്ളത്. ഇന്നലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആയത്തുൽ കുർസി പരാമർശിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആയത്ത് എന്ന ഒരു പരാമർശം ഉണ്ടായതായി സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തി. ഏറ്റവും വലിയ ആയത്ത് ആയത്തുൽ ദൈനാണ്, ഒരു പേജ് നീർക്കമുള്ള ആയത്ത്. ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും മഹത്തായ ആയത്ത് എന്ന അർത്ഥത്തിലാണ്. അതായത് അഴവമു ആയത്തുകൊണ്ട് അക്ബറു ആയത്തുണ്ട്. അഴവം ആയത്ത് ഏറ്റവും മഹത്തായ ആയത്ത്, അത് ആയത്തുൽ കുർസിയാണ്. ഏറ്റവും പദങ്ങൾ കൂടുതലുള്ള, അക്ഷരങ്ങൾ കൂടുതലുള്ള ആയത്ത് ആയത്തുൽ ദീനാണ്. നമ്മുടെ 4ാമത്തെ ജുസു ആരംഭിക്കുന്നത് കഴിഞ്ഞ 3 ജുസുകൾ എന്ന പോലെ തന്നെ അതിലെല്ലാം പരാമർശിക്കപ്പെട്ട ഇൻഫാഖ്, ധനം ചെലവാക്കാം അള്ളാഹുവിന്റെ മാർഗത്തിൽ. അത് കഴിഞ്ഞ ജുസുകളിലെല്ലാം പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജുസു ആരംഭിക്കുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഥവാ നിങ്ങൾക്ക് യഥാർത്ഥ ഗുണം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചെലവാക്കണം. പൊതുവെ മനുഷ്യൻ അവന് മാറ്റിവെക്കുന്നത് ഏറ്റവും നല്ലതും കൊടുക്കുന്നത് അത്ര തന്നെ അവന്റെ മനസ്സിൽ പ്രാധാന്യമില്ലാത്തതുമായിരിക്കാം. ചെറിയ വസ്തുക്കൾ പോലും, വീട്ടില് ഒരു ചക്കയുണ്ട്, മുറിച്ച് അയൽവാസികൾക്ക് കൊടുക്കണമെങ്കിൽ നല്ല മുറിയിൽ വീട്ടിലെടുത്ത് വെച്ച് മറ്റതാണ് കൊടുക്കുക. അള്ള പറയുന്നു, നിങ്ങൾക്ക് ഗുണം കിട്ടണമെങ്കിൽ നല്ലത് കൊടുക്കണം. ഇത് പ്രാവർത്തികമാക്കി സഹാബത്ത്. മഹാനായ അബൂ തൽഹാ റളിയല്ലാഹു അൻഹുവിന് മദീന പള്ളിയുടെ തൊട്ട് മുന്നിൽ നല്ലൊരു തോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലിന്റെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു ആ തോട്ടം. അള്ളാഹുവിന്റെ റസൂല് തന്നെ ഇടയ്ക്ക് ഒരു വിശ്രമത്തിന് ആ തോട്ടത്തിൽ കയറി വരാറുണ്ട്. അവിടെയുള്ള അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അബൂ തൽഹ തന്നെ ആ തോട്ടത്തിൽ ഇങ്ങനെ കുറച്ച് പണികളുമായി നിന്ന് ജമാഅത്തിന് വരെ താമസിച്ചു പോയി. അങ്ങനെ അദ്ദേഹത്തെ വല്ലാതെ ദുനിയാവിൽ നിന്ന് ആകർഷിച്ചത് അതാണ് എന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ ഈ ആയത്തനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുകയാണ്. എവിടെ കൊടുക്കണം, എന്തിനു കൊടുക്കണം എന്ന് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിക്ക് ആ തോട്ടം കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, അത് നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് തന്നെ നീ ഭാഗിച്ചു കൊടുക്കുക, അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന രൂപത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖൈബർ യുദ്ധത്തിൽ അതിന്റെ ഗനീമത്തായി ലഭിച്ച ഒരു തോട്ടമായിരുന്നു വളരെ പ്രധാനപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം അത് കൊടുക്കുകയുണ്ടായി ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള, അദ്ദേഹത്തിന്റെ ഒരു റോമക്കാരിയായ അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു അടിമയായിരുന്നു അത് അദ്ദേഹം സ്വതന്ത്രയാക്കി. അതുപോലെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഒരു കുതിരയായിരുന്നു. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തു. സയ്യിദ് റളിയല്ലാഹു അൻഹു കുതിരയെ റസൂലുള്ളാഹിക്ക്
ബൈത്തുൽ മാലിലേക്ക് നല്ല മാർഗത്തിലേക്ക് ദാനം ചെയ്തപ്പോ സെയ്ദിന്റെ മകൻ ഉസാമ ഒരു ദിവസം ആ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നത് സെയ്ദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സെയ്ദിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. താൻ കൊടുത്തതെങ്ങനെ മകൻ ഉപയോഗിക്കുമെന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദിന്റെ നീരസം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, സെയ്ദേ, താങ്കൾക്ക് താങ്കളുടെ സദഖയുടെ പ്രതിഫലമുണ്ട്, ഉസാമ അതിൽ കയറിയത് കുറ്റമൊന്നുമല്ല എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കുകയുണ്ടായി. ഏതായാലും പറഞ്ഞു വന്നത് ആയത്തുകൾ സഹാബത്ത് പ്രാവർത്തികമാക്കാറുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ആയത്ത് അഥവാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഇസ്രായേൽ സമൂഹം, ബനു ഇസ്രായേലിയർ, അവര് ചില ഹലാലായ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അത് ഹറാമാണ്, കഴിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണം പറയപ്പെടുന്നത് യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബിന്റെ മറ്റൊരു പേരാണല്ലോ ഇസ്രായേൽ, അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചു. ആ രോഗം ഒരു വേദനയായിരുന്നു. ആ വേദനയിൽ നിന്ന് മോചനം കിട്ടിയാൽ ഞാനിനി ഒട്ടകത്തിന്റെ മാംസം കഴിക്കുകയോ പാല് കുടിക്കുകയോ ഇല്ല എന്നൊക്കെ ഒരു ശപഥം ചെയ്തു. അങ്ങനെ രോഗം മാറിയപ്പോൾ അദ്ദേഹം ആ മാംസം ഒരു നിഷിദ്ധമെന്നോണം ഉപയോഗിക്കാതായി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. വ്യക്തിപരമായി അദ്ദേഹം തീരുമാനിച്ചതാണ്. അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ആളുകൾക്ക് തീരുമാനിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇഷ്ടപ്പെടാത്ത ചില ഭക്ഷണങ്ങളുണ്ട്, അതുപോലെ അദ്ദേഹം ഒഴിവാക്കിയതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ അത് വാപ്പാക്ക് വേണ്ടല്ലോ എന്ന രൂപത്തിൽ ഒഴിവാക്കുകയും അത് പിന്നീട് ഒരു മതകാര്യമായി വരികയും ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്കേ കഴിക്കാൻ പാടില്ലാത്ത ഒരു ഭക്ഷണമാണ്, നിഷിദ്ധമാണ് എന്ന ഒരാശയം അവർക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രചരിച്ചതിന്റെ ഭാഗമായി ജൂതന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ ആൾക്കാരാണല്ലോ, എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും കഴിക്കാത്ത ഭക്ഷണമാണിത്, അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതാണ്, എങ്കിൽ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവന്നു നോക്കി നോക്കൂ, അതിൽ ഈ പറഞ്ഞതുണ്ടോ എന്ന രൂപത്തിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ വിദഗ്ധകൾ ഉണ്ടാക്കിയിട്ട് അതിന് പ്രചാരം കിട്ടാൻ വേണ്ടി പൂർവികരിലേക്ക് ചേർത്ത് പറയുന്ന ഒരു സ്വഭാവം ജൂതന്മാർ തുടങ്ങി വെച്ചതാണ്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. മതത്തിൽ പലതും കടത്തിക്കൂട്ടിയിട്ട് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന ഒരു മട്ടിലാണ് സമൂഹത്തിൽ വിദഗ്ധകൾ കൈകാര്യം ചെയ്യാറുള്ളത്. അത് പാടില്ല എന്ന് പറയലാണ് ഇത്തരം അധ്യാപനങ്ങളിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ ഇബ്രാഹിമിലേക്ക് വിദഗ്ധ ചേർത്ത് പറയണമെന്നും അതുപോലെ തന്നെ തൗഹീദുള്ള ഒരു പ്രവാചകനായിരുന്നു, കറകളഞ്ഞ വിശ്വാസിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്നും ഊന്നി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ തന്നെയാണ് അവർ കൊണ്ടു നടന്നിരുന്ന ചെറുക്കൻ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അവർ ചേർത്ത് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് പറയാറുണ്ടായിരുന്നു ഇബ്രാഹിം ജൂതനാണ് എന്ന്. ക്രിസ്ത്യാനികൾ പറയും ഇബ്രാഹിം മസീഹിയ ക്രിസ്ത്യാനിയാണ് എന്ന്. ഖുർആനിൽ അല്ലാഹു തആല തിരുത്തി, അല്ല, ഇബ്രാഹിം ജൂതനല്ല, ഇബ്രാഹിം ക്രിസ്ത്യാനിയുമല്ല, ഇബ്രാഹിം ഹനീഫ മുസ്ലിമൻ, യഥാർത്ഥ മുസ്ലിമായിരുന്നു. കാരണം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ നമ്മുടെ ഈ ജുസു തുടർന്ന് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുസ്ലിം ഉമ്മത്തിനെയും അല്ലാഹു തആല വളരെയധികം ഉപദേശങ്ങളിലൂടെയാണ് ഈ ജുസു മുന്നോട്ട് പോകുന്നത്. അതായത് ഈ അഹ്ലുൽ കിതാബിന്റെ പ്രവർത്തനങ്ങളൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന രൂപത്തിൽ തന്നെ കൈഫ തക്ഫുറൂന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ജൂതന്മാരെ തിരുത്തുന്ന ഒരു ഭാഗം ഇതിന് കാണാവുന്നതാണ്. അതായത് ജൂതന്മാർക്ക് കൃത്യമായിട്ട് അറിയാം, ക്രിസ്ത്യാനികൾക്കും അറിയാം, എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ റസൂലിനെ അംഗീകരിക്കുന്നില്ല? അതിന് പുറമെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല, അത് അംഗീകരിക്കുന്ന ആളുകളെ നിങ്ങൾ വിമർശിക്കുന്നു, ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ തടയുന്നു. നിങ്ങളാണ് ഒരു കണക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ വന്നത് ഞങ്ങൾക്ക് കൂടി അറിയാവുന്ന പ്രവാചകനാണ്, തൗറാത്തിൽ പരാമർശിക്കപ്പെട്ട ആളാണ്,
നിങ്ങളൊക്കെ വരൂ എന്ന് പറഞ്ഞിട്ട് ഇതിന് പ്രചാരം കൊടുക്കേണ്ടത് നിങ്ങളാണ്. അത് കൊടുക്കാതിരിക്കുന്നത് പോകട്ടെ, നിങ്ങൾ മാറി നിന്നിട്ട് അതിലേക്ക് വരുന്ന ആളുകളെ തടയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന അള്ളാഹുവിന്റെ ചോദ്യവും ഈ ജുസുഇൽ നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് അള്ളാഹു നമ്മെ ഉപദേശിക്കുന്നു, ഈ ഉമ്മത്തിനെ ഉപദേശിക്കുന്നു. അള്ളാഹു പറയുന്നു, വലാ തകൂനു, നിങ്ങളായി പോകരുത് കല്ലദീന തഫറഖു, ഈ ഭിന്നിച്ച ആളുകളെ പോലെ നിങ്ങൾ ഒരിക്കലും ആയി പോകരുത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അതുപോലുള്ള ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് മാറിയിട്ട് ഈ ജൂതന്മാരെ മതം മാറ്റിയതുപോലെ തന്നെ നിങ്ങളുടെ മതവും പിൽക്കാലത്ത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വരികയും അവർ ദേവാലയത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം. എന്നിട്ട് ഇസ്ലാമിന്റെ തനിമ, ഖുർആനിന്റെ തനിമ ഏത് കാലത്തും ഉയർത്തിപ്പിടിക്കണം എന്ന് അള്ളാഹു പറയുന്നതായി കാണാൻ കഴിയും. അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നത്, മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. ജൂതന്മാരെ പോലെ നിങ്ങൾ ചിന്ന ഭിന്നമാകരുത്, എല്ലാവരും ഒറ്റക്കെട്ടായി ഖുർആൻ മുറുകെ പിടിക്കണം. അവര് തൗറാത്ത് ഒഴിവാക്കിയവരാണ്, അവരുടെ തൗറാത്ത് പോലെ നിങ്ങളുടെ ഖുർആൻ ആയി പോകരുത് എന്ന രൂപത്തിൽ ഈ സമുദായത്തെ അള്ളാഹു ഉപദേശിക്കുകയും വൽതകും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സമുദായം വളർന്നു വരണം. യദ്ഉന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കണം, ചീത്ത വിരോധിക്കണം. ഈ ഇസ്ലാമിന്റെ തനിമ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഓരോ തലമുറയും അംറു ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും ഖുർആനും അനുസരിച്ചുള്ള പ്രബോധനവുമായി മുന്നോട്ട് പോകണം. വലാ തകൂനു കല്ലദീന തഫറഖൂ, ആ പിന്തിരിഞ്ഞ് ചിന്ന ഭിന്നമായി പോയ ആളുകളെ പോലെ നിങ്ങൾ ആകരുതേ എന്ന് കൂടി ഉപദേശിക്കുന്നതായി കാണാൻ കഴിയും. അതുപോലെ തന്നെ വീണ്ടും അല്ലാഹു തആല പറയുന്നു, ഈ ഖുർആൻ അനുസരിച്ച് അല്ലാഹുവിന്റെ വേദം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രകാശം നിങ്ങളുടെ മുഖത്തുണ്ടാകും. നേരെ മറിച്ച് നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം കറുത്തു പോകും. യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹും എന്ന് പറയുന്നത് ഇത് സംബന്ധമായാണ്. അപ്പൊ നമ്മൾ ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ മഹ്ശറയിൽ എത്തുമ്പോൾ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടി നാനാഭാഗത്തും പ്രകാശം പരക്കുന്നതായി നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ കഴിയും. ഇപ്പോ വെളിച്ചം എല്ലാവർക്കും ജീവിക്കാനുള്ളത് അല്ലാഹു തആല സജ്ജീകരിച്ചതാണ്. സൂര്യന്റെ വെളിച്ചമാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മുടെ വെളിച്ചം. എന്നാൽ മഹ്ശറയിൽ കൂരിരുട്ടാണ്. അവിടെ വെളിച്ചം വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകണം, ഇവിടുന്ന് വെളിച്ചം കൊണ്ടുപോകണം. ആ വെളിച്ചമാണ് ഈമാൻ, ആ വെളിച്ചമാണ് ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം. എന്നാൽ മുസ്ലിമീങ്ങളുടെ കൂടെ കൂടി ജീവിക്കുകയും മുസ്ലിം ആകാതെ ഇസ്ലാമിനെ വഞ്ചിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിഫാഖും കൊണ്ട് നടക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളുടെ ഈ പ്രകാശം കാണുമ്പോൾ ഞങ്ങൾക്കും വേണേ എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ കൂടുന്നതൊക്കെ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നിലുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങാം. അവർ പിന്നിലേക്ക് നടന്നു പോകുമ്പോ അതിന്റെ ഇടയിൽ ഒരു മറ സ്ഥാപിതമാവുകയും മറക്കപ്പുറത്ത് മുനാഫിക്കുകളും മറക്കുള്ളിൽ ആ പ്രകാശവുമായി മുഅ്മിനീങ്ങളും പോകുന്ന രംഗമൊക്കെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രകാശം ലഭിക്കണമെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന ഉപദേശമാണ് അല്ലാഹു തആല നൽകുന്നത്. ഇനി മുഅ്മിനീങ്ങൾ കൊണ്ടു നടക്കേണ്ട ഒരുപാട് സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച്, നല്ല കാര്യങ്ങളെ സംബന്ധിച്ചാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അഥവാ നിങ്ങൾ സാബിഖു, മുന്നോട്ട് പോകണം, ഒരുപാട് മുൻകടക്കണം. ഏതെല്ലാം വിഷയത്തിൽ? അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾ വാങ്ങണം, അള്ളാഹുവിന്റെ ജന്നത്തിലേക്ക് നിങ്ങൾ പോകണം, നിങ്ങളുടെ ഇഷ്ടം പോലെ ധനം ചെലവാക്കണം. അതുപോലെ ഖദമുൽ ഗൈദ്, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അതൊക്കെ വിഴുങ്ങിക്കളയണം. നിങ്ങൾ അഫ്വിന് മുന്നോട്ട് പോകണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ പാശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകാം, അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള നിരന്തരമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതൊക്കെ ഒരു മത്സര ബുദ്ധിയോട് കൂടി നിങ്ങൾ കൊണ്ടു നടക്കണം എന്ന ഉപദേശം ഈ സമുദായത്തിന് ഈ ജുസ്ഇലൂടെ അല്ലാഹു തആല നൽകുന്നത് കാണാൻ കഴിയും. അതുപോലെ യുദ്ധം പരാമർശിക്കുന്നുണ്ട്. യുദ്ധം പരാമർശിക്കുന്ന സമയത്ത് അല്ലാഹു തആല പറയുന്നത്, യുദ്ധത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പരിക്കുകളൊക്കെ ഉണ്ടാകും.
അങ്ങനെ യുദ്ധത്തിന് പരിക്കുകൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ എതിരാളികൾക്കും ഉണ്ടാകും. ആ പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സമയത്ത് അത് എല്ലാവർക്കും ഉള്ളതാണ്, യുദ്ധത്തിന്റെ സ്വാഭാവികതയാണ് എന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ പ്രതിരോധ രംഗത്ത് ഇടപെടേണ്ടത്. മുറിവ്, പരിക്ക്, പ്രയാസം ഇതെല്ലാം ആർക്കും ഉണ്ടാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സാന്ത്വനപ്പെടുത്തുന്നതും ഈ ജുസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. അല്പം പ്രയാസമൊക്കെ ആ രംഗത്ത് സഹിക്കേണ്ടി വരും എന്ന ഉപദേശവും അല്ലാഹു തആല ഇതിലൂടെ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. വെറുതെ കിട്ടാനുള്ളതാണ്, ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് പറഞ്ഞാല് സ്വർഗം ഇങ്ങ് തരുന്നതാണ്. അങ്ങനെ അല്ലാഹുവിന് വേറെ ഒരു വിഭാഗത്തോട് മാത്രം ഒരു മമതയൊന്നുമില്ല. അതായത് നരകത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ സൃഷ്ടിച്ചു വെച്ചിട്ട് അവരെ അങ്ങ് എന്താക്കുക, നരകത്തിലിടുക, സ്വർഗത്തിലേക്ക് കുറച്ച് ആളുകൾ അവരെ സ്വർഗത്തിലേക്ക് പോകുക, അങ്ങനത്തെ ഒരു വിഷയമല്ല ഇത്. സ്വർഗം വേണമെങ്കിൽ അതിനുള്ള പണിയെടുക്കണം, അതിന്റെ എന്താ പറയാ, അതിനുള്ള വില കൊടുക്കണം, അത് ജീവിതത്തിൽ കുറച്ച് സഹിക്കേണ്ടിയൊക്കെ വരും എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ സാന്ത്വനപ്പെടുത്തുന്നതും നമുക്കിതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് വഫാത്തായി പോയാൽ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതല്ല ഈ മതവും മതത്തിന്റെ സംഗതികളും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂല് മാത്രമാണ് എന്ന് പറയുന്ന വചനവും നമുക്ക് ഇതിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. 144 അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും. മുഹമ്മദ് നബി ഒരു റസൂലാണ്, അദ്ദേഹം വഫാത്തായി പോയി, എന്നാൽ നിങ്ങൾ തിരിച്ചു പോവുകയാണോ? അല്ല. അങ്ങനെ ഖുർആനും റസൂലും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനുള്ള അധ്യാപനം പോലെ നന്നായി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് കൂടി അല്ലാഹു തആല പറയും. അതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നല്ല ധൈര്യം അല്ലാഹു മനസ്സിൽ നൽകുകയും എല്ലാ വിഷയത്തിലും, ശിർക്കിന്റെ ആളുകൾക്ക് ഏത് വിഷയത്തിനും ഒരു പേടി, ഇത് ശിർക്കിന്റെ സ്വാഭാവികതയാണ്, വിശ്വാസത്തിന്റെ സ്വാഭാവികതയാണ്. ശരിക്കുള്ള ഈമാൻ തവക്കുലുണ്ടോ ഒരു സംഗതിക്ക് ഒരു പേടി ഉണ്ടാവില്ല. സാമ്പത്തികമായി പേടി ഉണ്ടാവില്ല, ശാരീരികമായി പേടി ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ട്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ ധൈര്യമാണ്. യഥാർത്ഥ തവക്കുലും ഈമാനും ഉണ്ടെങ്കിലേ ഈ ധൈര്യം കിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലുള്ള തവക്കുല് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗികമായ തവക്കുല് മാത്രമാണ്. ഇപ്പൊ തൗഹീദുള്ള ആളുകൾ തന്നെ 95% തവക്കുൽ ഭൗതിക വസ്തുക്കളിലാണ്. സാധാരണ സംസാരത്തെ തന്നെ അത് തെളിഞ്ഞു കാണാറുണ്ട്. ഞാനെന്താ ഭയങ്കര പേടിക്കാനൊന്നുമില്ല, കുട്ടികൾക്ക് നല്ല പണിയാണ്, പിന്നെ അതുപോലെ തന്നെ വല്ല വരുമാനമുണ്ട്, വാടകയൊക്കെ കിട്ടാനുണ്ട്, പിന്നെ ഒരു 1-2 തലമുറക്ക് തിന്നാനുള്ളതൊക്കെ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറെ പൊങ്ങച്ചം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നിട്ട് അവസാനം മുസ്ലിമാണല്ലോ, അതിന് തവക്കൽത്ത് വരുന്നത് അതൊരു 5%. അങ്ങനെയല്ല, 95%, 100% തന്നെ തവക്കൽത്ത് വരുന്നതാ വേണ്ടേ. എന്ത് കുട്ടികൾ, എന്ത് പൈസ, ഒരു മിനിറ്റ് കൊണ്ട് ഒക്കെ മാറി മറിയൂലേ. അള്ളാഹുവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും. അപ്പൊ തവക്കൽത്ത് വരല്ല എന്ന് പറയുന്നത് അത് തവക്കൽത്ത് വരല്ല തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാനുള്ള ആളുകളുടെ മനസ്സിന് നല്ല ധൈര്യം എല്ലാ വിഷയത്തിലും ഉണ്ടാകും. നേരെ മറിച്ച് ശിർക്ക് ചിന്താഗതികളാണോ പേടിയായിരിക്കും. ഇതുകൂടി ഈ 151 ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാൻ കഴിയും. സത്യനിഷേധികളുടെ ഖൽബിൽ അല്ലാഹു തആല ഭയം ഇട്ട് കൊടുക്കും. ഇത് വെറും ഒരു യുദ്ധവേളയിൽ മാത്രമല്ല, ഏത് സന്ദർഭത്തിലും അവരുടെ മനസ്സിന്റെ, ശിർക്കുള്ള മനസ്സിന്റെ ഒരു ഭയം ഉണ്ടാകുമെന്നത് അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ശിർക്കിന് ചില സ്വഭാവങ്ങളുണ്ട്. ശിർക്കിന് നജസ്സുമായിട്ടാണ് ബന്ധം. ശിർക്ക് എവിടെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക, നജസ്സുമായിട്ടായിരിക്കും അതിന്റെ ബന്ധം. കള്ള്, അതുപോലെ തന്നെ രക്തം, അറവ് നടത്തിയിട്ട് കഅബയുടെ പരിസരത്ത് തന്നെ അറവ് നടത്തിയിട്ട് മാംസം എടുത്തിട്ട് കഅബയെ എറിയുക, അതിന്റെ രക്തം എടുത്തിട്ട് കഅബത്തുമ്മൽ പുരട്ടുക, ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്ത്. അല്ലാഹു തആല പറഞ്ഞില്ല തലാനൽ
നിങ്ങൾ അറക്കുന്ന മൃഗങ്ങളുടെ രക്തമോ അല്ലെങ്കിൽ അതിന്റെ മാംസമോ അതൊന്നും അള്ളാഹുവിങ്കൽ എത്തുകയില്ല. നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിന് വേണ്ടത്. നിങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങളൊന്നും വേണ്ട എന്ന് ഖുർആനിൽ അല്ലാഹു തആല തിരുത്തിയത് ശിർക്കും നജസുമായി വലിയ ബന്ധമാണ്, ഈമാനും തഹാറത്തുമായി വലിയ ബന്ധമാണ്. അതുപോലെ ഈമാനുമായുള്ള ഹൃദയത്തിൽ ധൈര്യമുണ്ടാകുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ് നമ്മൾ ഈ കണ്ടത്. അതുപോലെ ഇതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു തആല പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. ഒന്ന് ബദർ യുദ്ധവും മറ്റൊന്ന് ഉഹദ് യുദ്ധവും. ഈ ജുസിലെ 121 ആയത്ത് മുതൽ 179 ആയത്ത് വരെ ഈ രണ്ട് യുദ്ധങ്ങളും പരാമർശിക്കുന്നതായി കാണാൻ കഴിയും. വിശദമായി വിശദീകരിക്കാൻ സമയമില്ല. ഈ രണ്ട് യുദ്ധവും വലിയ പാഠം നൽകുന്ന യുദ്ധമായിരുന്നു. ഒന്ന് തൗഹീദിന്റെ പരീക്ഷയായിരുന്നു, അഥവാ ബദർ യുദ്ധം. സുന്നത്തിന്റെ പരീക്ഷയായിരുന്നു ഉഹദ് യുദ്ധം. തൗഹീദിന്റെ പരീക്ഷയിൽ സഹാബത്ത് ജയിച്ചു, സുന്നത്തിന്റെ പരീക്ഷയിൽ താൽക്കാലികമായ ഒരു തോൽവി ഉണ്ടായി. ഇതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. തൗഹീദിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ ആളുകൾ, 300 വരുന്ന ആളുകൾ റമദാൻ മാസത്തിലാണ്. ബദർ യുദ്ധം നടക്കുന്നത് റമദാനിലാണ്. നമ്മളെല്ലാ പണിയും ഒഴിവാക്കുക, റമദാനിന് മുമ്പൊക്കെ തീർക്കുക, അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് ഒരു പണിയുമില്ല എന്നാ പറയുന്നത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയൊക്കെ നടന്നത് റമദാൻ മാസത്തിലാണ്. മക്കം ഫത്ഹ് റമദാൻ മാസത്തിലാണ്, ബദർ യുദ്ധം റമദാൻ മാസത്തിലാണ്. അപ്പോ നോമ്പാണ് റമദാനാണ് എന്ന് കരുതി പണി നിർത്തി വെക്കുന്ന പരിപാടിയൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ ബദർ യുദ്ധമാണ് യഥാർത്ഥത്തിൽ യൗമുൽ ഫുർഖാൻ, സത്യാസത്യം വേർപിരിഞ്ഞ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ പോരാട്ടം. തന്നെയുമല്ല, അന്ന് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് ഇവർക്കും പലതിനും കഴിയും, അതുവരെ അടി കൊള്ളനേ ഉള്ളൂ. അന്നാണ് തിരിച്ചു കൊടുത്തതും അതുപോലെ തടഞ്ഞു വെച്ചതും ഒക്കെ. 70ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 70ഓളം ആളുകൾ തടവുള്ളികളായി പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ബദറിലാണ്. അങ്ങനെ ഒരുപാട് ഗനീമത്തുകളും ഒക്കെയായി അവർ വിജയം പ്രഖ്യാപിച്ച് തിരിച്ചു വരുന്ന രംഗമൊക്കെ വളരെ ആവേശമുള്ള രംഗമായിരുന്നു. അങ്ങനെ അടുത്ത വർഷം റമദാൻ കഴിഞ്ഞ് ശവ്വാലായപ്പോൾ വീണ്ടും ഉഹദിലുള്ള പുറപ്പാടുണ്ടായി. മക്കയിൽ നിന്ന് അവരുടെ എല്ലാ സമ്പത്തുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഉപ്പ നഷ്ടപ്പെട്ടു പോയ ഇക്രിമ, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും അബൂജഹലിന്റെ മകൻ ഇക്രിമ സംഘടിപ്പിച്ചതാണ് ഉഹദ് യുദ്ധം. എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരുപാട് ആയുധങ്ങളുമായി എല്ലാ സജ്ജീകരണങ്ങളുമായി പിന്നെ മദീനയെ ആക്രമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവർ വന്ന ഒരു വരവായിരുന്നു കണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായി കൂടിയാലോചന നടത്തി. റസൂല് പറഞ്ഞു, നമുക്ക് മദീനയുടെ പുറത്ത് വെച്ച് അവരെ തടയണം, മദീനയുടെ അകത്ത് കയറാൻ അനുവദിച്ചുകൂടാ, കാരണം ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ സഹാബാക്കളൊക്കെ അത് അംഗീകരിച്ചു. പക്ഷേ മുനാഫിക്കുകൾ സമ്മതിച്ചില്ല. അവര് പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവർ ഇവിടെ വരട്ടെ, ഇവിടുന്ന് നമുക്ക് മദീനയുടെ ഉള്ളിൽ നിന്ന് കളിക്കാം എന്നാണ് മുനാഫിക്കുകൾ പറഞ്ഞത്. അതിന്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം ഉള്ളിൽ നിന്ന് ഒരു യുദ്ധം തുടങ്ങിയാൽ, ഒരു നാട്ടിൽ നിന്നൊരു യുദ്ധം തുടങ്ങിയാൽ ആരൊക്കെയാണ് ആ നാട്ടുകാരായ ആളുകൾ അതിന് പങ്കെടുക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പല ഗല്ലിയിലും പോലെ മറയിലോ അവിടെ എവിടെയൊക്കെ നിന്ന് ഇവർക്കങ്ങ് മാറിക്കളയും. ഇവർക്ക് മാറുക എന്ന് തന്നെയല്ല, മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് അങ്ങ് വരുന്ന ശത്രുക്കളുടെ കൂടെ കൂടിയിട്ട് മുഹമ്മദിനെയും അനുയായികളെയും അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ പിന്നെ മദീനയുടെ നേതൃത്വം ഇവരെ കയ്യിൽ കിട്ടും. ഇവരെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് മുനാഫിക്കുകൾ പറഞ്ഞു, നമുക്ക് പുറത്തു പോകണ്ട. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം നടപ്പിൽ വരികയും സഹാബാക്കളും റസൂലും കൂടി അങ്ങനെ പോകുമ്പോ കൂടെ പോകാൻ കഴിയാത്ത വിധം മുനാഫിക്കുകൾ വല്ലാതെ കുടുങ്ങിപ്പോവുകയും അവസാനം ഉഹദിലേക്ക് എത്താറായപ്പോ, അടുത്തെത്തിയപ്പോ ആ മുനാഫിക്കീങ്ങളൊക്കെ തിരിച്ചു വരികയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് അല്ലാഹു യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസികളായും അവിശ്വാസികളായും എന്ന് വേർതിരിച്ചറിയണം. എല്ലാ യുദ്ധത്തിനും മുസ്ലിം പക്ഷത്തിന്റെ വിജയം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ചീത്തയും നല്ലതും വേർതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും ആ പക്ഷത്ത് കൂടും.
ജയിക്കുന്ന പക്ഷത്തിന്റെ ആൾക്കാർ കൂടുക. അപ്പോ ഈ കൂടിയ കൂട്ടത്തിൽ ആരാണ് മുഅ്മിൻ ആരാണ് മുഅ്മിൻ അല്ലാത്തത് എന്നറിയില്ല. അതുകൊണ്ട് വിജയവും വേണം പരാജയവും വേണം. ഇതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. അള്ളാഹു അതാണ് തീരുമാനിച്ചത്. അതുപോലെ പൂർണ്ണമായ പരാജയം പ്രവാചകന്മാരുടെ പക്ഷത്താണെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമാവുകയില്ല. പൂർണ്ണമായ പരാജയം ഒരിക്കലും പ്രവാചകന്മാരുടെ പക്ഷത്തുണ്ടാകില്ല. അന്തിമമായ വിജയം അവർക്കായിരിക്കും. ഇതാണ് മൊത്തം യുദ്ധങ്ങളുടെ നിലപാടെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാ വിഷയത്തിലും അള്ളാഹു ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതാണ് ഈമാൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനൊക്കെ അള്ളാഹു ഉത്തരം ചെയ്യും. ആ ചോദിച്ച കാര്യം തന്നെ തന്നുകൊണ്ട് ഉത്തരം ചെയ്യോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല. 3 രൂപത്തിലാണ് ഉത്തരം ചെയ്യാം. ഒന്നുകിൽ ചോദിച്ചത് എന്നത്, ഇനി അതല്ലെങ്കിൽ അവന് വരുന്ന അപകടങ്ങൾ ഒഴിവാക്കി കൊടുക്കും. ഇനിയോ അതും അല്ലെങ്കിൽ ആഹ്റത്തിലേക്ക് അവന് അതിന്റെ പ്രതിഫലം മാറ്റി കൊടുക്കും. അതെ ഈ 3 രൂപത്തിൽ അവ ഉത്തരം ചെയ്യുന്നത്. നമുക്കറിയാം അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ കിട്ടുന്നു, അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കുന്ന ഒന്നും കിട്ടുന്നില്ല എന്ന അവസ്ഥ ഈ പരീക്ഷ പാഴാകുന്ന ദുനിയാവിലുണ്ടായാൽ അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കാൻ പിന്നെ ആളെ കിട്ടൂലല്ലോ. അതും വേണ്ടേ ഇവിടെ? ശിർക്ക് പിന്നെ ഇതും കൂടി ഇവിടെ വെച്ച് തന്നെ അതിന്റെ ആൻസർ കിട്ടുന്ന ഒരു രൂപമായി പോകും. ഇപ്പൊ ഒരു കടയുണ്ട്, ആ കടയിൽ പോയാൽ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടും എന്ന് വിചാരിക്കുക. അതിന്റെ തൊട്ടടുത്ത് വേറൊരു കടയുണ്ട്, അവിടെ പോയി എന്ത് ചോദിച്ചാലും ഇവിടെ ഇല്ലാന്നാ പറയും. അങ്ങനെ പറയുന്ന ഒരു കട ഉണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ആൾ കയറുന്നു. ഈ കിട്ടുന്നിടത്തിലല്ലേ ആൾക്കാർ വരിക. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്നത് മുഴുവനും ആ ചോദിച്ച പോലെ കിട്ടിയേ, വേറെ ചോദിക്കുന്നതൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ തൗഹീദ് ശരിയാണ് അതാണ് എന്ന് ഇവിടുന്ന് തന്നെ ബോധ്യപ്പെട്ടില്ല. ഏത് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടില്ല. അതല്ല, അല്ലാഹു തആല അങ്ങനെ കൊടുക്കൂല. അതുകൊണ്ട് തന്നെ ചോദിച്ചവന് കൊടുക്കാതിരിക്കാനും പറ്റൂല. ഇതിനാണ് 3 സംഗതികൾ അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചത്. 1 ചോദിച്ച തന്നെ കൊടുക്കുക, 2 അവന് വരുന്ന അപകടങ്ങൾ ഒഴിവാക്കി കൊടുക്കുക, 3 അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് നീട്ടിവെക്കുക. അതുപോലെ തന്നെയാണ് യുദ്ധത്തിന്റെ കാര്യവും. എപ്പോഴും പൂർണ്ണമായ വിജയം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉണ്ടാവുക എന്ന രീതി അല്ലാഹു തആല അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ ബദറിന്റെ നേരെ വിപരീതമാണ് സംഭവിച്ചത്. ആദ്യം ഒരു വിജയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പരാജയം സംഭവിച്ചു. 70 ആളുകൾ പിന്നെ ഉഹദ് രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയി. ശത്രുപക്ഷത്ത് നിന്ന് 23 ആളുകളാണ് മരണപ്പെട്ടത്. അങ്ങനെ മുനാഫിഖിന്റെ നിലപാടുകളൊക്കെ മനസ്സിലായി. എന്തായിരുന്നു പരാജയ കാരണം? ഉഹദിലുള്ള പരാജയ കാരണം നമുക്കറിയാം. ഇപ്പോ ഉംറയ്ക്ക് പോകുന്നവരോ ഹജ്ജിന് പോകുന്നവരൊക്കെ ഉഹദ് സന്ദർശിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്ഥലമാണത്. ഉഹദ് എന്ന് പറയുന്ന മല തന്നെ അഹദ് എന്ന പദത്തിൽ നിന്നുള്ളതാണ്. അഹദ് എന്ന് പറഞ്ഞാൽ ഒറ്റ, ഏകൻ എന്നൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം. മദീനയിലെ ഒറ്റപ്പെട്ട ഏറ്റവും വലിയ ഒരു മലയാണത്. ആ മലയോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. റസൂൽ പറയാറുണ്ട്, ഉഹദ് യുഹിബ്ബുനാ, ഉഹദ് എനിക്ക് നമ്മളോട് ഇഷ്ടമാണ്, ഉഹദിനോട് നമ്മൾക്കും ഇഷ്ടമാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും അതുപോലെ ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ബിൻ അഫ്ഫാനും റളിയല്ലാഹു അൻഹും അവരൊക്കെ ഉഹദ് മലയുടെ നേരെ നിൽക്കുന്ന സമയത്ത് മലയൊന്നിളകി. ആ സമയത്ത് റസൂൽ പറയുകയുണ്ടായി, ഉസ്ബുത്ത് ഉഹദ് അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ അടങ്ങുക. ആരാണ് നിന്റെ നേരെ എന്നറിയോ? ഒരു പ്രവാചകനാണ്, സിദ്ദീഖാണ്, 2 ശുഹദാക്കളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹീന്റെ അടിസ്ഥാനത്തിലുള്ള കലാമാണ്. ഉമറിന്റെയും ഉസ്മാനിന്റെയും ഭരണം വഫാത്ത് ഷഹീദായിട്ടായിരുന്നു. റസൂലുള്ളാഹിയെയും സിദ്ദീഖിനെയും ആ ഷഹീദ് എന്ന പ്രയോഗം റസൂൽ നടത്തിയില്ല. ഇതെല്ലാം നമുക്ക് കാണാവുന്നതാണ്. എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ മദീനയുടെ അടുത്തെത്താറാകുമ്പോ ആ ഉഹദ് ദൂരെ നിന്ന് കാണും. അപ്പൊ റസൂലുള്ളാഹിയുടെ നടത്തത്തിന്റെ സ്പീഡ് കൂടാറുണ്ടായിരുന്നു. അഥവാ സ്വന്തം നാട്ടിലെത്തി എന്ന ഒരു ആവേശം പ്രകടിപ്പിക്കുന്ന അടയാളമായി നിലകൊണ്ട ആ ഉഹദിന്റെ മടിത്തട്ടിൽ വെച്ചാണ് ഏറ്റവും വലിയ പോരാട്ടം നടന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആളുകളെ ഉപദേശം കൊടുത്തുകൊണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങരുത്, അമ്പെയ്ത്ത് കാലം നടത്തി, യുദ്ധം ജയിച്ചാലും ഇറങ്ങരുത്, പരാജയപ്പെട്ടാലും ഇറങ്ങരുത്, ഗനീമത്ത് പറക്കുന്നത് കണ്ടാലും നിങ്ങൾ ഇറങ്ങരുത്, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, നിങ്ങളെ ഞാൻ വിളിക്കും, അപ്പൊ ഇറങ്ങിയാ മതി
എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷെ ആദ്യ രംഗത്ത് പരാജയപ്പെട്ട് ശത്രുക്കൾ തിരിച്ചോടിയത് കണ്ടപ്പോ അവരൊക്കെ പോയില്ലേ എന്ന മട്ടിൽ കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇറങ്ങുകയുണ്ടായി. ബാക്കി അവിടെ അവശേഷിക്കുന്ന ആളുകൾക്ക് വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അവര് കൊല്ലപ്പെട്ടു, അവര് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ശത്രുക്കൾ ഉഹദ് രണാങ്കണത്തിലേക്ക് വരികയും വലിയ ഘോരമായ യുദ്ധം നടത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി വരെ പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ആ രൂപത്തിലുള്ള ഒരു പ്രചാരം ഉണ്ടായപ്പോ റസൂലുള്ളാഹിയുടെ കൂടെയുള്ള സഹാബാക്കൾ പലരും ഓടി മദീന വിട്ട് ഓടേണ്ടി വന്നു. അങ്ങനെ പൂർണ്ണമായി പരാജയപ്പെട്ടു പോയി. പക്ഷെ ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധീരമായി പോരാടുന്നുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിയെ അന്വേഷിച്ചിട്ട് കൊല്ലാപ്പള്ളി അവർ വരുമ്പോ ഒരു പ്രത്യേക മറ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കാവൽ അള്ളാഹു താല ഏർപ്പെടുത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട്, കുഴിയിൽ വീണു പോയിട്ടുണ്ട്. ആകെ തളർന്ന് അവശനായ റസൂലുള്ളാഹിയെ എടുത്ത് ഒരു പാറക്കല്ലിൽ ഇരുത്തേണ്ടി വരുന്ന അവസരമുണ്ട്. റസൂലിലേക്ക് വരുന്ന അമ്പുകളൊക്കെ ശരീരം കൊണ്ട് തെടുത്ത സഹാബത്തുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രയാസപ്പെട്ടു പോയ രംഗമാണ്. അങ്ങനെ ഉഹദ് കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മദീനയിലേക്ക് വന്നപ്പോ ഈ മുനാഫിക്കുകൾ ഊഹിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല എന്നൊക്കെ പറയുന്ന രംഗവും മാനസികമായ പീഡനവും എല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അതിനെല്ലാം അള്ളാഹു ഇതിന് മറുപടി പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങൾ എവിടെയായാലും യുദ്ധത്തിന് പോയാലും അല്ലെങ്കിലും ഒക്കെ മരണമുണ്ട് മനുഷ്യന്. ഏത് രൂപത്തിൽ മരിച്ചാലും അള്ളാഹുവിങ്കലേക്കാണ് പോകുന്നത്. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാവി എന്താണ് എന്ന് അള്ളാഹു വിലയിരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഇതിൽ പരാമർശിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ സൂറത്തു നിസായിലേക്ക്, ഇതിന്റെ അവസാന ഭാഗത്ത് സ്വർഗം, ആ സ്വർഗത്തിലേക്കുള്ള മുന്നേറ്റം നടത്തണമെന്നും അതുപോലെ ആ സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയും ഐഹിക ജീവിതം മതാവും ഖലീലാണ്, വളരെ നൈമിഷികമാണ്, നരകമുണ്ട് എന്നീ ഇത്യാദി ഉപദേശങ്ങളും അല്ലാഹു തആല നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അവസാനമായി ഇതിൽ സൂറ അൻ-നിസാഇന്റെ ആരംഭം. സൂറ നിസാ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സൂറയാണ്. തന്നെയുമല്ല സ്ത്രീകളുടെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്ന സൂറയാണ്. സൂറത്തുൻ നൂറിലും സൂറത്തുൽ ത്വലാഖിലും എല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ കുടുംബ ജീവിതവും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളെല്ലാം ഊന്നി പറയുന്ന സൂറയുമാണ് സൂറ നിസാ. ഒന്നാമത്തെ ആയത്തിൽ തന്നെ സ്ത്രീ പുരുഷ പാരസ്പര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല തുടങ്ങുന്നത്. അല്ലാഹു പറഞ്ഞ ഈ പാരസ്പര്യം ലോകത്ത് ഇന്നേ വരെ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഇസ്ലാമിന്റെ വിമർശകർ സ്ത്രീയെ ഇസ്ലാം അവഗണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെയും എന്താണ് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഖുർആനിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിന്റെ വിലയിരുത്തൽ എന്ന് പഠിക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല. അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. ഒരു സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, അതേ സത്തയിൽ നിന്ന് അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു, എന്നിട്ട് അതിൽ രണ്ടിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു തആല വ്യാപിപ്പിക്കുകയും ചെയ്തു എന്ന ആശയം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഇസ്ലാമിൽ സ്ത്രീയെ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാം ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ ഹവ്വായിനെ സൃഷ്ടിക്കാൻ ആദമിനെ സൃഷ്ടിച്ച സത്ത പോലെ വേറെ കുറച്ച് മണ്ണ് അല്ലാഹു കിട്ടാത്തത് കൊണ്ടല്ല, ആദമിൽ നിന്ന് എടുത്തിട്ടാണ് ഹവ്വായിനെ സൃഷ്ടിച്ചത്. രണ്ടിന്റെയും സത്ത ഒന്നാണ്. ആ ഒരു സത്തയിൽ നിന്ന് രണ്ടിനെ ഉണ്ടാക്കി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരു സത്തയിൽ നിന്ന് രണ്ടിനെ ഉണ്ടാക്കിയാൽ അത് പൂർണ്ണമാകണമെങ്കിൽ അത് രണ്ടും കൂടി കൂടണം. സ്ത്രീ എന്ന നിലക്ക് സ്ത്രീ പൂർണ്ണയാണ്.
ഒരു സ്ത്രീത്വത്തിന് വേണ്ടതൊക്കെ സ്ത്രീയിലുണ്ട്. പുരുഷൻ എന്ന നിലക്ക് പുരുഷൻ പൂർണ്ണനാണ്. പുരുഷനാകാനുള്ളതൊക്കെ പൂർണ്ണമായി പുരുഷനിലും ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് പൂർണ്ണമാകാൻ ഇത് രണ്ടും വേണം. ഇതാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മള് സാധാരണ പറയാറുള്ളത് ചെരുപ്പ് ഉദാഹരിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മള് ചെരുപ്പോണെന്ന് പറഞ്ഞ് കടയിൽ കയറിയിട്ട് ഒരു ചെരുപ്പോണെന്ന് പറഞ്ഞിട്ട് വലത്തെ കാലിന്റെ ചെരുപ്പെടുത്ത് വന്നാൽ നമ്മൾ പോരില്ല. കാരണം ചെരുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂടണം. എന്നാ പിന്നെ വലത്തെ കാലിന്റെ ചെരുപ്പ് ഇടത്തെ കാലിന്റെ ചെരുപ്പ് അതിന്റെ രണ്ടിന്റെ ഷേപ്പ് ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാലോ അത് ചെറുപ്പിനെ പോയില്ല. അത് ജോഡിയാണെങ്കിൽ രണ്ട് ഷേപ്പ് ആയിരിക്കണം. അതാണ് ഈ പറയുന്നത്. ഗണകളായി ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതാണ്. ഇടത്തെ കാലിന്റെ ചെരുപ്പാകാൻ പറ്റിയതൊക്കെ ഇടത്തെ കാലിന്റെ ചെരുപ്പിന് വേണം. വലത്തെ കാലിന്റെ ചെരുപ്പാകാൻ പറ്റിയ ലൂക്കൊക്കെ വലത്തെ കാലിന്റെ ചെരുപ്പിന് വേണം. അത് രണ്ടും കൂടിയാൽ ചെരുപ്പ് എന്ന് പറയാം. ഇനി ഇതിലേതാണ് നല്ലത് മറ്റേത് അതോ നല്ല ഇതോ നല്ല ആ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. വലത്തെ കണ്ണോ നല്ല ഇടത്തെ കണ്ണോ നല്ലത്, വലത്തെ ചെരുപ്പോ നല്ല ഇടത്തെ ചെരുപ്പോ നല്ലത്, അതിന് പ്രസക്തിയില്ല. അത് രണ്ടും കൂടുന്ന സമയത്താണ് ചെരുപ്പ് എന്ന ആശയം പരിപൂർണമാകുന്നത് എന്ന് മനസ്സിലാക്കലാണ് കരണീയം എന്നതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് യതീം മക്കളുടെ കാര്യമാണ്. അത് കുടുംബജീവിതത്തിൽ വരുന്നതാണ്. യതീം മക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവർക്ക് അനുകൂലമായ രീതിയിൽ കൈകാര്യം ചെയ്യണം. അവരുടേത് ഇങ്ങോട്ടാകുന്ന രൂപത്തിലാകരുത്. ചീത്തയും നല്ലതും കൂട്ടിക്കുഴക്കരുത് എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് അതാണ് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കപ്പെടുന്ന വിഷയങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് സൂറത്തുൽ നിസായിൽ പരാമർശിക്കുന്നത്. വൈൻ ശക്തമല്ല മുഖ്സിത്തോഫിൽ എത്താമ പങ്കിഹുമാ ത്വാബലക്കും മിനൽ നിസായി മസ്ന വസുലാസ വറുബാ. രണ്ടും കെട്ട മൂന്നും കെട്ട നാലും കെട്ട എന്നൊക്കെ പറഞ്ഞ ആശയം ഇതിൽ ഈ രൂപത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കുന്ന ഖുർആൻ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്റെ വിമർശകർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലുള്ള സാഹചര്യം എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാം, അതിനൊന്നും ഒരു പരിധിയില്ല എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അതിനൊരു പരിധി നിശ്ചയിക്കുക മാത്രമാണ് ഖുർആൻ ചെയ്തത്. അല്ലാതെ രണ്ടാം കെട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നിങ്ങള് കൂലിയിട്ടുന്ന ഒരു കാര്യമാണ് രണ്ടാമതൊരു പെണ്ണു കെട്ടിക്കോ എന്ന രൂപത്തിലുള്ള പ്രോത്സാഹനമൊന്നും ഇസ്ലാം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് അങ്ങനെ വേണമെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ പല ആളുകൾക്കും പല രൂപത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിന്റെ വിമർശകരുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബഹുഭായത്വമുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പല പേരും പറയും, അതായത് വെച്ചുകൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകളെ ഒന്നിച്ച് ജീവിക്കുകയും എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ സുലഭമായി നമുക്ക് കാണാവുന്നതാണ്. പിന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് മഹറിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ സ്ത്രീകൾക്ക് നല്ല മനസ്സമ്മതത്തോടു കൂടി അവരുടെ മഹർ കൊടുക്കണം, എന്നിട്ട് വേണം വിവാഹം കഴിക്കാൻ എന്ന കാര്യം അല്ലാഹു തആല ഇവിടെ ഊന്നി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹറിന്റെ കാര്യത്തിലൊക്കെ ഒരല്പം ചർച്ച പോലും സ്ത്രീധനം നിരോധിക്കപ്പെട്ടിട്ടും മഹറിന്റെ കാര്യത്തിൽ ഒരു ചർച്ച കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. മഹറിന്റെ കാര്യം മനസ്സിലാക്കപ്പാന്ന് വെച്ചാൽ നിക്കാഹിൽ ഇരിക്കുമ്പോഴേ അതിന് മുമ്പ് ചർച്ചയില്ല. എത്രയാ മഹർ എന്ന് ചോദിക്കുന്ന പരിപാടിയില്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് നേരത്തെ നിശ്ചയിക്കേണ്ടത്, പറയേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് മഹർ കൊടുക്കുക, ചില ആളുകളുണ്ട് വലിയ ഭക്തി പ്രകടനം ഈ നിക്കാഹിന്റെ അന്ന് വരും ഒരു ഖുർആൻ പരിഭാഷയായിരിക്കും. എന്താ മഹർ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ കൊണ്ടുപോകുന്നതാണ് എന്ന് പറയും. 2 കോടി ഉറുപ്പിന്റെ കാറിലാണ് പുതിയാപ്പുഴ വന്നത്. പിന്നെയോ ഒരുപാട് ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ പന്തലാണ് ഇട്ടത്. അങ്ങനെ തന്നെ ഭക്ഷണവും മറുകൊടുക്കാൻ കൊണ്ടുവന്നോ എവിടെന്നോ കിട്ടിയ ഒരു ഖുർആൻ പരിഭാഷ. അതിന് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. ഗൾഫിലാരും പോകുമ്പോ അത് ഉംറക്കാരും വരുമ്പോ കൊണ്ടുകൊടുത്തായിരുന്നു. എന്നിട്ട് അതിന് തെളിവ് എന്താ തെളിവ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു വിഷയത്തിൽ കല്യാണം നടന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ വലിയ ബഹുമാനമുള്ള സാധനല്ലേ, അതുകൊണ്ട് മഹർ കൊടുത്താണ്. ഖുർആൻ മഹരോടത്തിന് വലിയ ബഹുമാനമുള്ള സാധനം തന്നെയാണ്. ഒരു 10 സ്ഥലത്തേക്കോ ഞാനൊരു ഖുർആൻ പരിഭാഷയിലാന്ന് പറഞ്ഞാൽ ഇപ്പൊ പോകും. എന്താ ഖുർആന്റെ ബഹുമാനം ഏറ്റെടുക്കട്ടെ. 10 സ്ഥലം കൊടുക്കുന്നോ ഞാൻ ഖുർആൻ പരിഭാഷയിലാന്ന് പറഞ്ഞാൽ ആരാ കൊടുക്കുക?
ആരും വെക്കൂല. എനിക്ക് നിക്കാഹ് നടന്നിട്ട് വീട്ടിൽ കൂടുന്നതിന് മുമ്പ് ആ വിവാഹ ബന്ധം പിരിയേണ്ടി വന്ന മകളിന്റെ പകുതി മടക്കി കൊടുക്കണം എന്ന് ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്. അപ്പൊ എങ്ങനെയാ മടക്കി കൊടുക്കുക? 15 ദിവസമാകും. എത്രയാ മടക്കി കൊടുക്കുക? ഇതായിരുന്നു അതിന്റെ ബന്ധം. ഇതാരാ നടപ്പിലാക്കിയത് എന്നുള്ള പിടുത്തവും കിട്ടിയിട്ടില്ല. പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ഇതിനൊന്നും അനുകൂലിക്കാൻ പാടില്ല. പകുതി മടക്കി കൊടുക്കാൻ എങ്ങനെയാ? എന്തിനാണ് ഈ മഹർ? എന്താണ് മഹർ? ഒരു കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടി ആ വിവാഹ ബന്ധത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പിരിയേണ്ടി വന്നാൽ എനിക്കൊരു നഷ്ടം പറ്റിപ്പോയി എന്ന് തോന്നാത്ത വിധത്തിലുള്ളത് ആദ്യം തന്നെ കിട്ടണം. ജീവനാംശമൊക്കെ പിന്നെ ഇതാദ്യം തന്നെ കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എനിക്കൊരു നഷ്ടമില്ല, അഥവാ പിരിഞ്ഞു പോവുകയാണെങ്കിൽ നഷ്ടം തീർത്ത് മറ്റവനിക്കായിരിക്കും എന്ന ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ളതാണ് മഹർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ മഹർ കൊടുത്തത് ഏത് സഹാബിയ? ആ സഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഇരുമ്പിന്റെ മോതിരെങ്കിലും ഉണ്ടോ നോക്കി എന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന രംഗമൊക്കെ ചരിത്രത്തിലുണ്ട്. ഏതാ വീട്? ആ മരുഭൂമിയുടെ അങ്ങേ അറ്റത്ത് കാണുന്നു ഒരു ചെറിയ കൂന. മണൽ കൂനയാണോ എന്ന് തോന്നിപ്പോകും. ഇന്നത്തെ പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കൂനയാണ്. അതിന് ഡോറില്ല, അതിനൊരു ചെറിയ ദ്വാരമുണ്ട്. ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ തലയിട്ടിട്ട് വേണം അതിന്റെ ഉള്ളിൽ കയറാൻ. കയറി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ വെട്ടമില്ല, വെളിച്ചൊന്നുമില്ല. ആകെ പലത് നോക്കിയിട്ട് ഒരു ഇരുമ്പിന്റെ മോതിരം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ തിരിച്ചു വരുന്ന ആളോട് ഒരു മൂല്യമുള്ളത് എന്തെങ്കിലും കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് നീ അധ്യാപനം നടത്തുക എന്നാണ്. അല്ലാതെ ഖുർആൻ എഴുതി വെച്ച തോലിന്റെ കഷ്ണം കൊടുക്കുക എന്നല്ല. സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുക, അധ്യാപനം നടത്തുക. അത് ഇന്നും മഹർ കൊടുക്കുക. ഒരു കോഴ്സിന് ചേരാനുണ്ട്, വലിയ സംഖ്യ വേണം, ഞാൻ പഠിപ്പിക്കാം, അത് മഹർ കൊടുക്കാം. മഹർ എന്ന് പറഞ്ഞാൽ സ്വർണം മാത്രമാണോ? അല്ല, മൂല്യമുള്ള എന്തും മറ്റവർ യോജിക്കുകയാണെങ്കിൽ ഇപ്പോ 10 ലക്ഷം റുപ്യ വേണം, അല്ലെങ്കിൽ ഞാന് പിന്നെ PGക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ പിന്നെ വലിയ ഏതെങ്കിലും ഒരു കോഴ്സിന് പോവുകയാണ്, ലക്ഷക്കണക്കിന് റുപ്യ വേണം, ഞാൻ പഠിപ്പിച്ചോളാം. അമ്മോശനോട് പറയാൻ തുടങ്ങി. കാരണം സാധനം കിട്ടാനില്ല. ആദ്യമൊക്കെ പുതിയാപ്പുഴനെ നോക്കി നടക്കലായിരുന്നു. 2 ആൺകുട്ടികളുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഒരു കസേര വാങ്ങിക്കൊണ്ട് വരും പുഴയില്. ആരെങ്കിലും പുതിയാപ്പുറത്ത് വന്നെങ്കിൽ അപ്പോശന് കാര്യം കുത്തിരിക്കാനുള്ളതല്ല, പിന്നെ ചെറിയൊരു ഉപ്പാക്ക് കാര്യം കുത്തിരിക്കാനുള്ളതാണ്. അത് മറ്റൊരിക്കലും നിൽക്കണം. എന്നിട്ട് ആള് പുതിയാപ്പുറത്ത് വന്നതാണെന്ന് പറഞ്ഞാൽ നോ തെരുവൊന്നോ ഇല്ലാന്നോ പറയുകയാണെങ്കിൽ ഒരാഴ്ച താമസിക്കും. അങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. കൊടയെടുത്തിട്ട് പുതിയാപ്പുറത്ത് വേണ്ടി ഇറങ്ങുന്ന കാലം. അള്ളാഹു പറയുന്നുണ്ട്, ഏത് കാലത്തും ഒരു വിഭാഗത്തെ അള്ളാഹു പീഡിപ്പിക്കുകയില്ല. അത് നേരെ തലതിരിഞ്ഞതാണ്. ഇപ്പോ ഗൾഫിൽ നിന്നൊക്കെ വരും, പെണ്ണെട്ടാൻ വേണ്ടിയിട്ട് വരും. ഞാനിത് ആസ്വദിക്കാൻ വേണ്ടി പറയുന്നതല്ല. ബുള്ളറ്റൊക്കെ എടുത്തൊന്ന് കറങ്ങി നോക്കും, പെണ്ണിട്ടോ നോക്കും, എന്നിട്ടോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ പോകുന്നിട്ട് അവിടെ നിന്ന് ഏൽപ്പിക്കോ ബന്ധുക്കളോടെ നിങ്ങളൊക്കെ നോക്കി വെക്കണേ, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ കുടുങ്ങി. ഏതായാലും വല്ലാതെ പീഡിപ്പിച്ചിട്ടേ. ശൈത്താൻ കോടതിയിലായിരുന്നോ നമ്മുടെ നാട്ടില്? എന്താ ശൈത്താൻ കോടതി? പെണ്ണുങ്ങൾക്ക് ആ ശൈത്താൻ കൂടുക. എന്താ കാരണം? എങ്ങനെയെങ്കിലും ഒരുപാട് കടോക്കാക്കിയിട്ട് അങ്ങ് കെട്ടിച്ചു വിടും. കെട്ടിച്ചു വിട്ടിട്ട് ആർന്ന് വീട്ടിലുള്ള ഗൃഹപീഡനം ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവിനോട് പറയും, വല്ലാത്ത ഇടങ്ങാറിന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഞാനെന്താക്കാനാ? എന്റെ ഉമ്മല്ലേ, നീ കണ്ടും കഴിച്ചു, അങ്ങ് ജീവിച്ചോ എന്ന രൂപത്തിൽ ഭർത്താവ് മറുപടി പറയും. ഒരേര് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു നോക്കും. ഉമ്മാനോട് പറഞ്ഞാല് ഉമ്മ പറയും, ഉപ്പ ഇപ്പോ അതിന്റെ കടം തീർന്നിട്ടില്ല, അതിന്റെ ഓട്ടത്തിൽ തന്നെയായിപ്പോ എന്ന് പറയും. അവിടുന്ന് ഒരു രക്ഷയില്ല. ഉപ്പാനോട് പറഞ്ഞാല് പിന്നെന്ത് പറയാനാ? അടങ്ങി നിൽക്കാൻ പറ. ഏതെല്ലാം കോലത്തിലാ കല്യാണം കഴിച്ചതെന്നറിയോ? ഒരിക്കലും രക്ഷയില്ല. ഒരു രക്ഷയില്ലാണ്ടാവും. അവസാനത്തെ രക്ഷ സൂക്കേട് കയറ്റിയാലാണ്. കാരണം നമുക്ക് റോഡ് സൈഡില് ഒരു കണ്ണൊട്ടൽ ഉണ്ടെങ്കിൽ കൈപിടിച്ചിട്ട് അപ്പുറത്ത് കടത്തി കൊടുക്കും, എല്ലാ വാഹനവും അടച്ചോട്ടു. അതുപോലെ ഒരു അസുഖക്കാരി ആയാൽ ഒരു പരിഗണന കിട്ടും, അതിനാ ശൈത്താൻ കൊടുക്കും. അപ്പൊ ഞാൻ മൊയ്യമാരെ എടുത്ത് കൊണ്ടുവരും. ഞാൻ എന്റെ അടുത്ത് ഒരുപാട് കൊണ്ടുവന്നാണ്. പിന്നെ ഈ ശൈത്താൻ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോ മൊയ്യമാരെ എടുക്കുന്ന ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഇവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയൂ, സംഗതി വലിയ ഗൗരവമുള്ളതാണ്, അടുപ്പിന്റെ അടുത്ത് പറഞ്ഞേക്കാൻ പറ്റൂല, പകുതി പണി കുറഞ്ഞു കിട്ടിയോ, വെച്ചേരാക്കണ്ടല്ലോ, വെള്ളം കോരാൻ തീരെ പറ്റൂല, അങ്ങനത്തെ വലിയ പണിയതാ. 2 സംഗതി പറ്റാത്ത പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് സൂക്കേട് കുറഞ്ഞു. ഇതാ ശൈത്താൻ കൂടെ. അങ്ങനെ പൂർണ്ണമായി സ്ത്രീ വിഭാഗത്തെ വല്ലാതെ പീഡിപ്പിച്ചപ്പോ അള്ളാഹ് അതിന് കൊടുത്തൊരു ശിക്ഷയാണ് ഇപ്പോ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിലനിൽക്കൂല, ഇത് മാറും.
ഇതും നിലനിൽക്കൂല. കാരണം ഇപ്പോ ആൺകുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഒരു സമത്വത്തിന്റെ രീതിയിൽ ലോകം മാറാതെ അല്ലാഹു തആല വിടില്ല. ആ രൂപത്തിൽ അല്ലാഹു ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഏതായാലും അല്ലാഹു തആല പറയുന്നുണ്ട്, കൃത്യമായി നിങ്ങൾ മഹർ കൊടുക്കണം. ആ മഹർ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സ്ത്രീയുടെ പിതാവ് ആ മഹർ കൈകാര്യം ചെയ്യുകയും സ്ത്രീയെ പെൺകുട്ടികളെ വെച്ച് വിലപേശുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അതും തെറ്റാണ്. മഹർ പെൺകുട്ടിയുടേതാണ് എന്ന് അല്ലാഹു തആല വളരെ നല്ലോണം പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, സ്ത്രീധനം വാങ്ങാൻ തെളിവായിട്ട് ഒരു മൊയ്‌ലാരോതി ആയത്തും കൂടിയാണിത്. അതായത് ഈ കൊടുത്ത മഹറിൽ നിന്ന് ഒരു പെൺകുട്ടി ഭാര്യ ഇഷ്ടപ്പെട്ട് ഭർത്താവിന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഒരു മാല എടുത്തോട്ട് നല്ല പൈസ ഇല്ലല്ലോ, വല്ല ഷോപ്പില്ലേ, നിങ്ങളിപ്പോ പിന്നെ ഒരു ഭവനങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ പൊരുത്തപ്പെട്ട് കൊടുത്താൽ ഞാൻ കൊടുത്ത മകനല്ലേ, അതെങ്ങനെ ഞാൻ വാങ്ങാ എന്നത് പിന്നെ ഒരു ഉപാധിയൊന്നും അവിടെ വെക്കേണ്ടതില്ലാതെ അവളുടെ സ്വത്ത് അവള് ദാനം തരുന്നതാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പോലും അല്ലാഹു തആല പറഞ്ഞതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ അനാഥകളുടെ സ്വത്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, ചെറിയ കുട്ടികളുടെ സ്വത്തൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവര് പ്രായപൂർത്തിയായാൽ തിരിച്ചു കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നും കൂടി അല്ലാഹു ഈ സൂറത്തിൽ തന്നെ നമ്മോട് പറഞ്ഞു വരുന്നു. അവർ റഷീദായി ബാല്യമായാൽ നിങ്ങൾ അവരുടെ സ്വത്ത് അവരെ ഏൽപ്പിക്കേണ്ടതാണ്. റഷീദായി ബാല്യമാകുക എന്ന് പറഞ്ഞാൽ വെറും പ്രായപൂർത്തിയായാൽ പോരാ, ഒരു കാര്യം തിരിയണം. കുട്ടികളൊന്ന് അങ്ങാടിയിലൊക്കെ പറഞ്ഞിച്ചു കൊടുക്കുക, ഒരു 500 രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ 200 രൂപയുടെ സാധനം വാങ്ങി 500 രൂപയുടെ കാണുന്നില്ല, ഈ കോലത്തിലാണ് വരുന്നതെങ്കിലും അവരെ സ്വത്തിപ്പ് കൊടുക്കാനായിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ പോയേക്കാണ് ഉഷാറുണ്ട്, നല്ല വിളകളെ ചെറിയവനാണ്, ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന ഒരു രീതിയിലാണെങ്കിൽ അവരുടെ സ്വത്ത് ഇനി നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് അല്ലാഹു അതിന്റെ കാര്യകാരണങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അനന്തരാവകാശത്തിലേക്ക് കടക്കുകയാണ്. ലിൽരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന മിമ്മാ ഖല്ല മിൻഹു ഔ ഖസൂർ. അതായത് എത്ര കുറവാണെങ്കിലും അനന്തര സ്വത്ത് അതിന് സ്ത്രീക്കും അവകാശമുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാർക്കും അവകാശമുണ്ട്. സ്ത്രീക്ക് സ്വത്ത് പകുതിയാണ് പുരുഷന്റെ, അത് ഇസ്ലാമിലുള്ള ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമികനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പിതാവ് അദ്ദേഹത്തിന്റെ 2 മക്കളെ വിളിച്ചിട്ട് രണ്ടാളും ടൂറ് പോകണം എന്ന് പറഞ്ഞ് പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ മൂത്തവന്റെ കയ്യിൽ 10,000 രൂപ കൊടുത്ത് ഇളയവന്റെ കയ്യിൽ 5,000 രൂപ കൊടുത്ത് മൂത്തവനോട് പറഞ്ഞ് ചെലവ് തീർത്ത് ചെയ്യണം. എളിയവനോട് പറഞ്ഞ് പൈസ ഇഞ്ഞാടെ വെച്ചോ, 5 പൈസ ചെലവാക്കണ്ട, എന്റെ ചെലവ് തീർത്ത് മറ്റും ചെയ്യും. പോകുന്നത് ഊട്ടിയിലേക്കാണ്, 2 ദിവസത്തെ പാക്കേജുമാണ്. എന്നാൽ ആർക്കാ സന്തോഷം ഉണ്ടാവുക? രണ്ടാൾക്ക് 2 ദിവസം അവിടെ പോയി നിൽക്കണമെങ്കിൽ ഈ 10,000 തീർന്നു, മറ്റവന്റെ 5,000 ഒരു കോട്ടോ പറ്റുമല്ലോ, അവിടെ തന്നെ ഉണ്ടാവും. മൂത്തവൻ തന്നെ പറയാൻ സാധ്യതയുണ്ട്, 5,000 എടുക്കാന്നെങ്കിലും മറ്റവന്റെ കൊടുത്തേക്ക്. അതാണ് ഇസ്ലാമിലുള്ള അനന്തരാവകാശം. എല്ലാ ചെലവും പുരുഷനാണ്. വസ്ത്രം വാങ്ങണ്ട, വീടുണ്ടാക്കണ്ട, ഭക്ഷണത്തിന്റെ കാര്യം നോക്കണ്ട, ചികിത്സ നോക്കണ്ട, ഒരു സംഘടന നോക്കണ്ട, എല്ലാം ഭർത്താവ് ചെയ്യണം. എന്നാലോ ഇവർക്ക് സ്ത്രീക്ക് കൊടുക്കുന്ന പൈസയോ അത് അവരുടെ പൈസയാണ്, എടുക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, ഒന്നുമില്ല. സ്ത്രീയുടെ വരുമാനം സ്ത്രീയുടേതാണ്. പക്ഷെ നമ്മുടെ നാട്ടുകെട്ട് അനുസരിച്ച് ഇപ്പോ പിന്നെ സ്ത്രീയുടെ വരുമാനം സ്ത്രീയുടേതാണ്, ATM തന്നാ മതിയായിരുന്നു എന്ന് പറയുന്ന കോലത്തിലായ സ്ത്രീകൾ. അതുകൂടി ഭർത്താവ് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പാടില്ല. സ്ത്രീയുടെ സ്വത്ത് ഭാര്യയാണ്, എനിക്കെടുക്കാനുള്ളതാണ് എന്ന രീതിയിൽ അത് എടുക്കാൻ പാടില്ല. ഭാര്യയുടെ സ്വത്ത് ഭാര്യക്ക്, ഭർത്താവിന്റെ സ്വത്ത് ഭർത്താവിന്. ഇഷ്ടപ്പെട്ട് തന്നാൽ വാങ്ങാം, അത് വേറെ കാര്യം. ആരാൻ തന്നാലും വാങ്ങാറ്, ഇഷ്ടപ്പെട്ട് ആര് തന്നാലും നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ സ്വത്ത് കണക്കാക്കണം എന്നതാണ് ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും കാഴ്ചപ്പാട്. ഇനി അനന്തരം ഭാഗിക്കുന്നിടത്ത് എത്തുമ്പോ അവിടെ ഉണ്ടാകുന്ന വലിയ അപാകത, ഈ അനന്തരം ഭാഗിക്കുന്നിടത്താണ് കുടുംബം തന്നെ തെറ്റിപ്പോകാറുള്ളത്.
അള്ള പറയുന്നത് 8-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. ഒരു അവകാശവും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും ഈ അന്തർഭാര്യാക്കത്തിൽ. ഒരു വലിയ തറവാടില് പിതാവ് മരണപ്പെട്ടതാണ്. ആ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് കുടുംബത്തിൽപ്പെട്ട പല ആളുകൾക്കും അദ്ദേഹം പലതും കൊടുക്കാറുണ്ടായിരുന്നു. ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് മനസ്സിലായിട്ട് അവരൊക്കെ കരയുന്ന ബുദ്ധിമുട്ടുന്നു. കാരണം അവരെയൊക്കെ പരിഗണിക്കുന്ന ഒരാളാണ് മരണപ്പെട്ടത്. ഈ സ്വത്ത് ഇപ്പൊ കിട്ടുന്നത് ആർക്കാ? ഭാര്യക്കും കിട്ടും, മക്കൾക്കും കിട്ടും. ദൂരെയുള്ള കുടുംബങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഇതാണല്ലോ അനന്തരാവകാശത്തിന്റെ അവസ്ഥ. അള്ള പറയുന്ന അങ്ങനെ വലിയകലേകൾ അനന്തരാവകാശം കൃത്യമായിട്ട് അതിന്റെ ഓഹരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ശരി തന്നെ. പക്ഷെ എല്ലാവർക്കും കൊടുക്കണം, എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കണം. ഇത് ആളുകളെ അകറ്റാനും തെറ്റിപ്പിരിയാനുള്ള ഒരു സംഗതിയല്ല. അങ്ങനെ പതിയാക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു എളോമുണ്ട്, എളോമ വന്നു നിന്നിട്ടുണ്ട് ഇവിടെ പതിയാക്കുന്ന ചർച്ചയിൽ. അപ്പുറം പരക്കാണ് പോയി പുസ്തകവും പറയുന്നത് അതല്ല ആ കട ഏതായാലും എനിക്ക് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ചോറ് ചർച്ച നടക്കുക. അപ്പൊ എന്ത് ചെയ്യണോ? എളോമ ഇതെല്ലാം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഈ മുറിക്കുന്നിട്ട് പൂച്ച നിന്നതിൻ്റെ ഇങ്ങനെ ഒന്നും കിട്ടൂലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ അൾമാരി എളോമങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു മോതിരുണ്ട്, ഇയാൾ നന്നായിക്കണ്ട, ഇയാൾക്ക് പോലാണ്, നിങ്ങൾ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ദൂരെയുള്ള ബന്ധക്കാർക്കൊക്കെ നിങ്ങൾ പലതും കൊടുക്കണം. അവരുടെ മനസ്സ് തണുപ്പിക്കണം. അതായത് കിട്ടുന്നതൊക്കെ എനിക്ക് എന്ന രൂപത്തിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ അനന്തര സ്വത്ത് പകുതിയാക്കിയ എവിടെ എടുത്ത് പരിശോധിച്ചാലും ആ പകുതിയാക്കും ആരാണോ ജയിച്ചതെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ഓനായിരിക്കും തോൽക്കുക. ഓനെ യുക്തി കൊണ്ട് ആരൊക്കെ ജയിച്ചിട്ടുണ്ടോ അവസാനം ഓനായിരിക്കും തോൽക്കുക. കാരണം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അള്ളയാണല്ലോ. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ പരസ്പരം വാശി പിടിക്കേണ്ട, അതിനേക്കാളെല്ലാം ഏറ്റവും വലുത് ബന്ധമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് അല്ലാഹു ഉപദേശിച്ചതാണ് 8-ാമത്തെ ആയത്തിൽ. ഇനി കുറച്ച് കുട്ടികളുണ്ട്, അതില് പിന്നെ ഒരു മോൻ മരിച്ചു. ആ മോന്റെ മക്കളുണ്ട്. ആ മോന്റെ കുട്ടിയൊക്കെ കിട്ടില്ല, മക്കളുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ഭാഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് ഇസ്ലാമിൽ നിർദ്ദേശമുണ്ട്. അനന്തരം എന്ന ഇറുസ് എന്ന ആ ഒരു മേഖല മാത്രമല്ല സ്വത്ത് മറ്റുള്ളവർക്ക് കിട്ടാൻ ഇസ്ലാമിലുണ്ട്. വസിയത്ത് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് രക്ഷിതാക്കൾ വളരെ പെട്ടെന്ന് ചെയ്തു വെക്കണം എന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം. അഥവാ ഞാൻ കണ്ണു ചിമ്മിപ്പോയാൽ എന്റെ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മകനില്ല, മകൻ മരിച്ചു, അല്ലെ മകൾ മരിച്ചു, മകളെ കുട്ടിയൊക്കെ കിട്ടൂല, ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? അത് വസിയത്ത് ചെയ്തു വെക്കണം, എഴുതി വെക്കണം. അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം. അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഈ മക്കളെ വഞ്ചിക്കാൻ വേണ്ടിയാകരുത്, മക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാകരുത്, അവരെ പൂർണ്ണമായി അവഗണിക്കുന്ന രൂപത്തിലാകാനും പാടില്ല. ഇതെല്ലാം ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ يوصيكم الله في أولادكم للذكر مثل حظ الأنثيين وإن كن نساء فوق اثنتين فلهن ثلث ما ترك. ഒരു പെൺകുട്ടി മാത്രമാണുള്ളതെങ്കിൽ ആകെ സ്വത്തിന്റെ പകുതിയാണ് ആ പെൺകുട്ടിക്ക് കിട്ടുക. ഇനി 2 പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ ആകെ സ്വത്തിന്റെ 2/3 ആ പെൺകുട്ടിക്ക് കിട്ടുക എന്ന് അനന്തര നിയമങ്ങൾ വളരെ വിശാലമായി പറയേണ്ടതാണ്. അതുപോലെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കൊണ്ട് വലിയ ഉപ്പയും ഉമ്മയും അവരുടെ ഓഹരി 6/1. ഉപ്പാക്കും 6/1, ഉമ്മാക്കും 6/1. ഇൻകാനലഹു വലത്, കുട്ടികളുണ്ടെങ്കിൽ, അതായത് മക്കളുണ്ട്, ഒരാൾ മരിച്ചോക്കും അയാൾക്ക് മക്കളുണ്ട്, മാതാപിതാക്കളും ഉണ്ട്. എന്നാൽ ഉപ്പാക്കും ഉമ്മാക്കും 6/1 വീതം കൊടുക്കുക, ബാക്കിയുള്ളത് മക്കൾ പകുതിയാക്കി എടുക്കുക. ലഹു വലതുൻ, മക്കളില്ല, മാതാപിതാക്കളാണുള്ളത്. എന്നാൽ എന്താ ചെയ്യാം? ഒരാൾ മരിച്ചു നോക്കുമ്പോ മക്കളില്ല, മരിച്ച ആൾക്ക് ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പരി ഉമ്മിയും തൊഴുത്ത്, ആ സ്വത്തിന്റെ 3/1 ഉമ്മാക്ക് കൊടുക്കും, ബാക്കിയുള്ളതോ 3/2 അത് ഉപ്പയും കിട്ടും. ഇങ്ങനെയാണ് അത് ഭാഗിക്കേണ്ടത്.
അനന്തര നിയമങ്ങൾ മുഴുവനും പറയാൻ കഴിയില്ലല്ലോ, പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് പിന്നെ ഓരോ സന്ദർഭത്തിലും വേണ്ടതുപോലെ കൃത്യമായി എങ്ങനെ ഭാഗിക്കണം എന്ന ഒരു കണക്ക് ഇസ്ലാം വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും മദ്ഹബുകൾ തമ്മിലില്ല. എല്ലാ മദ്ഹബിലും ഏതാണ്ട് ഒരു രൂപത്തിൽ തന്നെയാണ് അനന്തര സ്വത്ത് ഭാഗിക്കുന്ന നിയമമുള്ളത്. വളരെ വ്യക്തമായി തന്നെ അത് പറയുന്നുണ്ട്. ഏതായാലും ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത്, ഓഹരികളൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തിനാണ്? ആ പറഞ്ഞു വെച്ച ഓഹരി കൃത്യമായിട്ട് വാങ്ങിക്കളയാൻ വേണ്ടിയാണ് എന്ന് പലർക്കും തോന്നിപ്പോകാറുണ്ട്. അങ്ങനെയാണല്ലോ മനുഷ്യൻ. അതിനു വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. നേരെ മറിച്ച് അതിൽ കൂടുതൽ വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പകുതി ഉണ്ട് എന്ന് പറഞ്ഞാല് പകുതിയിൽ ജാസ്തി വാങ്ങണ്ടേ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലാതെ കണക്കായിട്ട് പകുതി വാങ്ങിക്കളയണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും ബന്ധങ്ങൾ പാലിക്കലും ഒക്കെ ചെയ്യണം എന്ന ആഹ്വാനമാണ് അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവസാനമായി ഈ ജുസിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ പാശ്ചാത്തപിക്കണം, നല്ലോണം തൗബ ചെയ്ത് മടങ്ങണം. അള്ളാഹു ഒരുപാട് ഹറാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ തൗബ ചെയ്യണം. അതുപോലെ ആരെയൊക്കെയാണ് കാണാനും തൊടാനും പറ്റുക എന്ന കാര്യമൊക്കെ അള്ളാഹു ഇതിൽ പറയുന്നുണ്ട്. അതായത് കാണാനും തൊടാനും പറ്റുന്ന ആളുകൾ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയാണ് അതിന് പറ്റുക? പെൺകുട്ടികൾ, അതുപോലെ ഉമ്മമാര്, ആങ്ങളപെങ്ങന്മാര്, ഉപ്പാന്റെ സഹോദര സഹോദരിമാര്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തിമാര്, ആങ്ങളമാര്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുലകുടി ബന്ധത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. മുലകുടി ബന്ധത്തിൽ സാധാരണ രക്തബന്ധം പോലെ തന്നെ വരുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് മുലകുടി ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ഒരാൾക്ക് 5 മക്കളുണ്ട് എന്നിരിക്കട്ടെ. 5 മക്കളുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഉമ്മ ഏതോ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക്, വേറെ ഏതോ വീട്ടിലുള്ള ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് മുല കൊടുത്തു, പാല് കൊടുത്തു. എങ്ങനെ കൊടുക്കണം? 5 തവണ കൊടുക്കണം. 2 വയസ്സാകുന്നതിന് മുമ്പ് കൊടുക്കണം. അങ്ങനെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉമ്മാന്റെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെയും കൂടി ഇവിടുത്തെ കുട്ടിയായിട്ട് കണക്കൂട്ടുക. 6 മക്കളുണ്ട് എന്ന് വിചാരിക്കും. 5 ഒറിജിനൽ മക്കളും ഇപ്പൊ പാല് കുടിച്ച 6ാമത്തെ കുട്ടി. ഈ 5 മക്കൾക്ക് ആരെയൊക്കെ കാണാനും തൊടാനും പറ്റുമോ? അവരെയൊക്കെ ഈ 6ാമത്തെ കുട്ടിക്കും കാണാനും തൊടാനും പറ്റും. വളരെ പെട്ടെന്ന് നമുക്കതിന്റെ മസാല മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് ഇനി അക്കുട്ടീന്റെ പുറയിലേക്ക് അങ്ങോട്ട് പോയിട്ടുള്ള പരിപാടി വേണ്ട. അതിന് ഇങ്ങോട്ടില്ല. മുലകുടി ബന്ധം ഇവിടെയായിട്ടാണ്. അപ്പൊ ബാക്കിയുള്ള കുട്ടികളെല്ലാം പോയിട്ട് അക്കുട്ടീന്റെ ഉപ്പാനെ അതില്ല, അങ്ങോട്ട് പോവില്ല. ആ കുട്ടി മാത്രം ഇവിടുത്തെ കുട്ടിയായിട്ട് പരിഗണിക്കുക എന്നതാണ്. ഇത് പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുല കുടിക്കാൻ വേണ്ടി കുട്ടികളെ കൊടുത്തയക്കുന്ന റസൂല് തന്നെ വളർന്നത് ഹലീമ ബീവിയുടെ അടുത്ത് വെച്ചാണ് എന്ന് നമുക്കറിയാലോ. മക്കയിലെ അന്നത്തെ നൈസറി അങ്ങനെയായിരുന്നു. അതായത് മക്ക എന്ന് പറഞ്ഞാൽ പല നാട്ടിൽ നിന്നും ആളുകൾ വരുന്ന ഒരു പട്ടണ സ്വഭാവമാണ് അതിനുള്ളത്. അവിടെ കുട്ടികൾ വളർന്നാൽ ശുദ്ധ അറബി അവര് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്ത് വെച്ച് കുട്ടികൾ ശുദ്ധ അറബി സംസാരിക്കണം. അതിന് ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് മുലകുടിക്കുന്ന പ്രായത്തിൽ കുട്ടികളെ കൊടുത്തയക്കുന്ന പരിപാടി, ശുദ്ധ അറബി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത്. ഏതായാലും ഒരിക്കലും തന്നെ നിങ്ങൾ കൊടുത്തത് തിരിച്ചു വാങ്ങരുത് എന്ന് അള്ളാഹു ഉപദേശിക്കുന്നത് കാണാൻ കഴിയും. അതായത് മഹർ പിരിയേണ്ടി വന്നാൽ, വിവാഹമോചനം നടത്തിയാൽ നിങ്ങളത് തിരിച്ചു വാങ്ങരുതെന്നും ഇതുപോലുള്ള ഉപദേശങ്ങളിലൂടെയാണ് ഈ സൂറ ജുസ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ പിതാവിന്റെ ഭാര്യ, പിതാവ് മരണപ്പെട്ടു പോയാൽ ആ ഭാര്യയെ മക്കൾ അനന്തരമായി വീതിക്കുന്ന ഒരു ഏർപ്പാട് ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. വളരെ നീചവൃത്തിയാണ്. അതായത് അന്ന് കുറെ കല്യാണം കഴിക്കുമല്ലോ. അപ്പോ ഉപ്പാന്റെ പെണ്ണുങ്ങൾ കൊണ്ട് ഉപ്പ മരിച്ചു നോക്കുമ്പോ, എന്നാൽ ആ പെണ്ണുങ്ങളെ ഈ മക്കള് ആദ്യം ഉപ്പ കൊടുത്ത മഹറിനെ മഹറായി നിശ്ചയിച്ചിട്ട് മക്കൾ കല്യാണം കഴിച്ചു കൊണ്ട് കിടക്കുന്ന വളരെ വൃത്തിയായിട്ടൊരു ഏർപ്പാടുണ്ടായിരുന്നു.
അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് വരാത്തമാനക്കും നിങ്ങളുടെ പിതാക്കന്മാർ വികാരം ചെയ്യുന്നതിന് നിങ്ങൾ വികാരം ചെയ്യലിന്റെ കസറപ്പ് കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഇത് ആവർത്തിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഇന്നഹുക്കാന ഫാഹിശത്തം വഖത്തം വസാഅസബീല, വളരെ മോശമായ ഏർപ്പാടാണ് അത് എന്നൊക്കെ പറഞ്ഞ അത്തരം ജാഹിലിയ സ്വഭാവങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഈ സൂറ ഈ ജുസ് അവസാനിപ്പിക്കുന്നത്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.